ക്രിസ്മസ് ഇങ്ങെത്താറായി. ഒട്ടും പൈസ മുടക്കില്ലാതെ നമുക്ക് ക്രിസ്മസിന് വേണ്ടി കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം. എല്ലാവരുടെയും എടുത്ത് കാണും കുറേ ഫ്യൂസായി പോയ പഴയ ബൾബുകൾ. ഇനി അത് വേസ്റ്റ് ആക്കണ്ട കേട്ടോ. അതിൽ നിന്ന് ഒരു 3 വൃത്തിയാക്കി കഴുകിയെടുക്കുക. നമുക്ക് ഫസ്റ്റ് ഒരു സാന്താക്ലോസിനെ ഉണ്ടാക്കി നോക്കാം. സാന്താക്ലോസിനെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ബൾബിൻ്റെ താഴത്തെ വശം നമ്മൾ റെഡ് കളറിൽ ഫുള്ള് കോട്ടിങ് അടിച്ചു കൊടുക്കുകയാണ്. ഒരു സെമി സർക്കിൾ മാത്രം വരച്ച് ആ പോർഷൻ മാത്രം വിടുക. അവിടെ നമുക്ക് സാന്താക്ലോസിൻ്റെ താടി സെറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു കുഞ്ഞ് സെമി സർക്കിൾ ഉപയോഗിച്ച് സാന്താക്ലോസിൻ്റെ ഫേസ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. പടം വരയ്ക്കാൻ അറിയില്ലെങ്കിലും ഈ ഷേപ്പ് നമുക്ക് സുഖമായിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം സെമി സർക്കിളുകളാണ് നമ്മൾ എല്ലായിടത്തും പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബെൽറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അതിന് ചുറ്റും വട്ടത്തിൽ ബ്ലാക്ക് കളർ അടിച്ച് അതിൻ്റെ മുകളിൽ കൂടെ വെള്ള ഡോട്ട് വൈറ്റ് പെയിൻറ്റിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു മൂക്ക് പഞ്ഞി ചുരുട്ടി കളർ അടിച്ച് വെച്ചാൽ മതി. ഇനി തൊപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചുവന്ന തുണി റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുത്തിട്ട് ബൾബിൻ്റെ ആ മോളിത്തെ വശമില്ലേ അവിടെ നമ്മൾ ചുറ്റി കൊടുത്താൽ മതി. അതിനുശേഷം അതേപോലെ തന്നെ പഞ്ഞിയും അതേ രീതിയിൽ ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി റെഡിയായി. ഇനി നമുക്ക് സ്നോമാനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വൈറ്റ് കോട്ടിങ് ഫുള്ളായിട്ട് അടിക്കണം. അതിനുശേഷം മെല്ലെ കണ്ണും മൂക്കും ഔട്ട്ലൈനിൽ ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഈ ഷേപ്പ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും സിമ്പിളായിട്ടും ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഷേപ്സും ഫിഗേഴ്സും പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുന്ന ഈസി ആയിട്ടുള്ള ഷേപ്പ് ഇതേപോലെ ഔട്ട്ലൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് പെയിൻ്റ് അടിച്ച് എടുത്താൽ മതി. ഇതേപോലെ തന്നെ നമുക്ക് സ്നോമാനും തൊപ്പി ഉണ്ടാക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുവന്ന തുണി പോലെ കട്ട് ചെയ്ത് ബൾബിൻ്റെ മോൾ വശത്ത് ഏതെങ്കിലും ഫെവിക്കോളോ മറ്റേതെങ്കിലും പശകളോ ഉപയോഗിച്ച് ചുറ്റി കൊടുക്കുക. അതിൻ്റെ അറ്റത്തും ഇത്തിരി പശ ഉപയോഗിച്ച് പഞ്ഞി ചുരുട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തൊപ്പി റെഡിയായി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അപ്പം ഇതാണ് ആദ്യത്തെ സ്നോമാൻ. വേറൊരു സ്നോമാനും കൂടെയുണ്ട്. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. നേരത്തെ പോലെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടിങ് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത കോട്ടിങ് അടിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ കളറും കൂടെ മിക്സായി കുളമാകും. അപ്പോൾ ഓരോ കോട്ടിങ് അടിച്ചിട്ട് സമയാസമയം അത് ഉണക്കാൻ വെക്കുക. ഈ സ്നോമാൻ വളരെ എളുപ്പമാണ്. ഫുൾ വൈറ്റ് കളർ അടിക്കുക. അതിനുശേഷം ഒരു റെഡ് പെയിൻ്റ് എടുത്തിട്ട് 2 ക്രോസ് ഇട്ടാൽ മതി. ഈ ക്രോസ് നമ്മുടെ സ്നോമാൻ്റെ തോളത്ത് കിടക്കുന്ന ഷോളാട്ടോ. അതുകൊണ്ട് അത് വളരെ എളുപ്പമാണ്. പെയിൻ്റ് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കും വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കും സുഖമായി ഇത് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഈ സ്നോയിൻ്റെ മുകളിൽ കൂടെ ചെറിയ വെള്ള പെയിൻറ്റിലുള്ള ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്നോമാൻ്റെ ഷോൾ റെഡിയായി. പിന്നെ കണ്ണിനും മൂക്കിനുമായിട്ട് 2 ഡോട്ടുകൾ ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്നോമാനും സാന്താക്ലോസും ഇവിടെ റെഡിയായി. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.